ലോകമെമ്പാടും കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് എഴുതാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയമായ ഉപകരണമാണ് പെൻസിൽ. ഓരോ വർഷവും എഴുതാനും വരയ്ക്കാനും വേണ്ടി ഏകദേശം ശതകോടിക്കണക്കിന് പെൻസിലുകൾ നിർമ്മിക്കപ്പെടുന്നു. അവയ്ക്കുള്ളിൽ ഗ്രാഫൈറ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഗ്രാഫൈറ്റ് പെൻസിലുകളും കളർ പെൻസിലുകളും എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പെൻസിലിൻ്റെ ഉൾഭാഗത്തെ ലെഡ് എന്ന് വിളിക്കുന്നു. ഇവ ഗ്രാഫൈറ്റിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ഗ്രാഫൈറ്റ് എന്നത് ഒരുതരം മിനറൽ അല്ലെങ്കിൽ ധാതു കൽക്കരിയാണ്. ഇത് ഏകദേശം 1564 വടക്കൻ ഇംഗ്ലണ്ടിൽ ആദ്യത്തെ ഗ്രാഫൈറ്റ് ഖനി കണ്ടെത്തിയതോടെയാണ് ഖനനം ചെയ്യാൻ തുടങ്ങിയത്. ഗ്രാഫൈറ്റ് എന്നത് ക്രിസ്റ്റൽ രൂപത്തിലുള്ള കാർബണിൻ്റെ പ്രകൃതിദത്ത രൂപമാണ്. ഏറ്റവും സോഫ്റ്റായ ധാതുക്കളിൽ ഒന്നാണിത്. നമ്മൾ പേപ്പറിൽ അമർത്തി എഴുതുമ്പോൾ ഇത് വളരെ നേർത്ത കണികകൾ പുറത്തുവിടുകയും ഡാർക്ക് നിറത്തിലുള്ള അടയാളങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നടന്ന ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകളിലൂടെ രൂപപ്പെട്ട പ്രകൃതിദത്ത നിക്ഷേപങ്ങളായി ഗ്രാഫൈറ്റ് കാണപ്പെടുന്നു. 1795 ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ നിക്കോളാസ് ജാക്വസ് കോണ്ടെയാണ് പെൻസിലുകൾ സൃഷ്ടിച്ചത്. അദ്ദേഹം ഗ്രാഫൈറ്റ് പൊടി കളിമണ്ണുമായി കലർത്തി ഒരു മിശ്രിതം രൂപപ്പെടുത്തി ആദ്യത്തെ പെൻസിൽ ലെഡുകൾ നിർമ്മിച്ചു. എന്നിട്ട് അവ ചെറിയ തടിക്കഷ്ണത്തിൽ കവർ ചെയ്തു വെച്ചു. ഇങ്ങനെയാണ് ആദ്യകാല പെൻസിലിന് രൂപം നൽകിയത്. ഗ്രാഫൈറ്റ് വേർതിരിച്ചെടുക്കുന്നത് തുറന്ന ഖനികളിൽ നിന്നും ഇതുപോലെയുള്ള ഭൂഗർഭ ഖനികളിൽ നിന്നുമാണ്. ഇത് കണ്ടെത്താൻ പ്രയാസമുള്ള ധാതുവാണ്. അതുപോലെ തന്നെ ഇത് വേർതിരിച്ചെടുത്ത് ഉപരിതലത്തിൽ എത്തിക്കുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. ഖനിത്തൊഴിലാളികൾ പാറകൾ തുരയാൻ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അവ തകർക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ വലിയ ജാക്ക് ഹാമേഴ്സ് ഉപയോഗിച്ച് വലിയ കഷ്ണങ്ങൾ പൊട്ടിച്ച് ഖനനം നടത്തുന്നു. ഖനനം ലാഭകരമാകണമെങ്കിൽ ശേഖരിക്കുന്ന ധാതുവിൽ 30% ഗ്രാഫൈറ്റ് ഉണ്ടായിരിക്കണം. ശേഖരിച്ച ധാതുക്കൾ യന്ത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവ പൊടിക്കുകയും അരയ്ക്കുകയും ചെയ്ത് ഉണങ്ങിയ നേർത്ത പൊടിയാക്കി മാറ്റുന്നു. ഇത് പിന്നീട് പെൻസിൽ ഫാക്ടറിയിലേക്ക് അയക്കാൻ റെഡിയാക്കുന്നു. ഇത് ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ നിർമ്മാണം തുടങ്ങുന്നു. ലെഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ 1795 മുതൽ ഉള്ളവ തന്നെയാണ്. ഗ്രാഫൈറ്റ്, കളിമണ്ണ്, പിന്നെ അല്പം വെള്ളം. മിശ്രിതത്തിൽ ഉപയോഗിക്കുന്ന കളിമണ്ണിൻ്റെ അളവാണ് ലെഡ് എത്രത്തോളം കട്ടിയുള്ളതോ മൃദുവോ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതേസമയം ഗ്രാഫൈറ്റിൻ്റെ അളവ് പെൻസിൽ എത്ര ഡാർക്ക് നിറത്തിൽ എഴുതണമെന്ന് തീരുമാനിക്കുന്നു. പെൻസിലുകൾക്കുള്ളിലേക്ക് ലെഡ് എങ്ങനെയാണ് കയറ്റുന്നതെന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ സത്യത്തിൽ അവ പെൻസിലിനുള്ളിലല്ല നിർമ്മിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രോസസ്സ് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ അല്പം വ്യത്യസ്തമാണ്. ഇത് പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ലെഡുകൾ നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ ഒരു മിക്സറിൽ ചേരുവകൾ കലർത്തുന്നു. ശേഷം അല്പം വെള്ളം ചേർക്കുകയും യന്ത്രം ഈ ചേരുവകളെല്ലാം മിക്സ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. മിക്സിങ്ങിന് ശേഷം ഈ മിശ്രിതം ഏകദേശം 1.5 മണിക്കൂർ സൂക്ഷിക്കുന്നു. ഈ സമയം കൊണ്ട് ഇതൊരു ഏകീകൃത മിശ്രിതമായി മാറുന്നു. ഈ മിശ്രിതത്തിലേക്ക് നിറമുള്ള പിഗ്മെന്റുകളും ഒരു ബൈൻഡിംഗ് ഏജന്റും ചേർത്താണ് കളർ പെൻസിലുകളുടെ ലെഡുകൾ നിർമ്മിക്കുന്നത്. തുടർന്ന് ഈ മിശ്രിതം ഒരു എക്സ്ട്രൂഷൻ പ്രഷർ മെഷീനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു ഫണൽ പോലുള്ള അച്ചിലൂടെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ലെഡുകളായി മാറുന്നു. ഈ യന്ത്രം ഏകദേശം 10 ടൺ പ്രഷർ ചെലുത്തുന്നു. എക്സ്ട്രൂഡറിൽ നിന്ന് പുറത്തു വരുമ്പോൾ ലെഡുകൾ ഉപയോഗിക്കാൻ തയ്യാറായെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവ അപ്പോഴും വളരെ സോഫ്റ്റും ഫ്ലെക്സിബിളുമായിരിക്കും. ലെഡുകൾ കട്ടിയുള്ളതാക്കാൻ അവയെ ഓവനിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ ഏകദേശം 120 ഡിഗ്രി സെൽഷ്യസിൽ 3 മണിക്കൂർ നേരം ലെഡുകളെ ഉണക്കുന്നു. അതിനുശേഷം ഗ്രാഫൈറ്റ് ലെഡുകൾ മാത്രം ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 45 മിനിറ്റ് നേരം ഉണക്കുന്നു. ഈ കടുത്ത ഹീറ്റ് ലെഡുകളെ കട്ടിയുള്ളതും പൊട്ടുന്നതുമാക്കി മാറ്റുന്നു. കളർ പെൻസിലുകൾ ഇത്തരമൊരു ഹീറ്റ് പ്രോസസ്സിന് വിധേയമാക്കാറില്ല. കാരണം ഉയർന്ന താപനില അവയിലെ പിഗ്മെന്റുകളെ നശിപ്പിക്കും. വാക്സ് ബാത്ത് അല്ലെങ്കിൽ മെഴുകു കോട്ടിംഗ് കൊടുക്കുന്നതിലൂടെ ലെഡുകൾക്ക് മിനുസമുള്ള ഉപരിതലം നൽകുന്നു. ഇത്തരത്തിൽ അവ കട്ടിയാവുകയും ഗ്രാഫൈറ്റ് ലെഡ് പെൻസിലുകളെ പോലെ തന്നെ കരുത്തുള്ളതാവുകയും ചെയ്യുന്നു. മിശ്രിതത്തിൽ എത്രത്തോളം ഗ്രാഫൈറ്റ് കൂടുതലുണ്ടോ അത്രത്തോളം ലെഡ് കട്ടിയുള്ളതും കറുത്തതുമായിരിക്കും. വാക്സ് ലെഡിലെ സുഷിരങ്ങൾ അടയ്ക്കുകയും പേപ്പറിന് മുകളിലൂടെ സുഗമമായി എഴുതാൻ സഹായിക്കുന്ന ഒരു ഉപരിതലം നൽകുകയും ചെയ്യുന്നു. അധികമുള്ള വാക്സ് ഈ സെൻട്രിഫ്യൂഗൽ മെഷീൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നു. ഇതോടെ ലെഡുകളെ ചെറിയ മരപ്പലകകൾക്കിടയിൽ വെക്കാൻ റെഡിയാവുന്നു. ഈ ഘട്ടത്തിൽ രൂപപ്പെടുത്താൻ എളുപ്പമുള്ളതും എന്നാൽ പെട്ടെന്ന് വളയാത്തതോ പൊട്ടാത്തതോ ആയ അത്രയും കരുത്തുള്ള മൃദുവായ തടിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ മരം ദേവദാരുവാണ്. ഈ ഘട്ടത്തിൽ 18.7 സെന്റിമീറ്റർ അളവിലും സാധാരണ പെൻസിലിന് 5 മില്ലിമീറ്റർ കനവുമുള്ള ചതുരമാകൃതിയിലുള്ള തടിക്കഷ്ണങ്ങൾ യന്ത്രങ്ങളിലൂടെ കടന്നുപോകുന്നു. ഇത് ലെഡുകൾ വെക്കാനുള്ള ചെറിയ സ്പേസ് ഉണ്ടാക്കുന്നു.
പിന്നീട് മറ്റൊരു യന്ത്രത്തിലൂടെ കടന്നുപോകുമ്പോൾ ഒരു സ്പെഷ്യൽ പശ ഈ സ്പേസിൽ നിറയ്ക്കുന്നു. ഇത് തടിക്കഷ്ണങ്ങളെ ഒട്ടിക്കുന്നതൊപ്പം ലെഡുകളെ ശരിയായ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു. ഈ മെറ്റൽ വീൽ ലെഡുകളെ ഓരോന്നായി നേരത്തെ ഉണ്ടാക്കിയ സ്പേസിലേക്ക് വെക്കുന്നു. തുടർന്ന് രണ്ടാമത്തെ തടിക്കഷ്ണം ആദ്യത്തിന്റെ മുകളിൽ വെക്കുന്നു. ഇപ്പോൾ കിട്ടുന്നതിനെ സാധാരണയായി സാൻഡ്വിച്ച് എന്ന് വിളിക്കുന്നു. ഈ സാൻഡ്വിച്ചുകൾ ഏകദേശം 1 മണിക്കൂർ നേരം പ്രസ്സുകളിൽ ഉണക്കാൻ വെക്കുന്നു. ഈ പ്രോസസ്സിന്റെ അവസാനം തടിക്കഷ്ണങ്ങൾ പൂർണ്ണമായും ഒട്ടിപ്പിടിക്കുകയും നടുവിൽ ലെഡുകളുള്ള ഒറ്റ തടിക്കഷ്ണമായി മാറുകയും ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിൽ ഈ സാൻഡ്വിച്ചുകൾ ഒരു യന്ത്രത്തിലൂടെ കടത്തിവിട്ടാണ് പെൻസിലുകളാക്കി മാറ്റുന്നത്. ഈ പ്രോസസ്സിൽ ഓട്ടോമാറ്റിക് മില്ലിംഗ് മെഷീനുകൾ കൃത്യമായി മുറിക്കുകയും പെൻസിലുകൾക്ക് അവയുടെ സാധാരണ രൂപങ്ങളായ ഹെക്സഗണൽ, സിലിണ്ടർ അല്ലെങ്കിൽ ട്രയാങ്കുലർ രൂപങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഓരോ തടിക്കഷ്ണത്തിൽ നിന്നും ഏകദേശം 10 പെൻസിലുകൾ വരെ നിർമ്മിക്കാം. കട്ടിങ്ങിന് ശേഷം പെൻസിലുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. തടിയുടെ ഉപരിതലം കൃത്യമായും മിനുസമുള്ളതാണെന്ന് ഉറപ്പാക്കുന്നു. ഈ ഘട്ടത്തിൽ ചെറിയ പോരായ്മകൾ നീക്കം ചെയ്യാനും പെയിന്റ് നന്നായി പിടിക്കാനും വേണ്ടി പെൻസിലുകൾ നൈസായിട്ട് മിനുസപ്പെടുത്തുന്നു. വൻകിട കമ്പനികൾ പെൻസിലുകൾ പെയിന്റ് ചെയ്യാൻ വാട്ടർ ബേസ്ഡ് പെയിന്റുകൾ ഉപയോഗിക്കുന്നു. ഇവ പരിസ്ഥിതിക്ക് ദോഷമില്ല, വേഗത്തിൽ തുണങ്ങുന്നു, വിഷാംശമില്ലാത്തതിനാൽ സ്കൂൾ കുട്ടികൾക്ക് സുരക്ഷിതവുമാണ്. പെൻസിലുകൾ അപ്പോഴും ഇമ്മേർഷൻ മെഷീനുകളിൽ മുക്കിയാണ് പെയിന്റ് ചെയ്യുന്നത്. ഇതെല്ലാ വശത്തും പെയിന്റ് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. പെയിന്റിംഗ് പ്രോസസ്സ് പല ചെറിയ ലെയറുകളായാണ് നടക്കുന്നത്. പെൻസിലിന്റെ തരമനുസരിച്ച് ലെയറുകളിൽ വ്യത്യാസം വരാം. സാധാരണയായി തിളക്കമും ഈടുനിൽക്കുന്ന ഫിനിഷിങ്ങിനും വേണ്ടി 2 മുതൽ 8 കോട്ട് വരെ പെയിന്റ് ചെയ്യാറുണ്ട്. പെയിന്റിങ്ങിന് ശേഷം 1 അതിലധികമോ ലെയർ വാർണിഷ് നൽകുന്നു. ഇത് പെൻസിലിന് കൂടുതൽ തിളക്കവും മിനുസവും നൽകുന്നു. കൂടാതെ ഉപയോഗിക്കുമ്പോൾ പെയിന്റ് മങ്ങുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും തടയുന്നു. പെയിന്റിങ്ങിന് ശേഷം പെൻസിലുകൾ സ്റ്റാമ്പിംഗ് മെഷീനുകളിലൂടെ കടന്നുപോകുന്നു. അവിടെ കമ്പനിയുടെ ലോഗോയും മോഡൽ നമ്പറും ഗ്രാഫൈറ്റ് പെൻസിലുകളുടെ കാര്യത്തിൽ അവയുടെ കാഠിന്യത്തിന്റെ അളവും പ്രിന്റ് ചെയ്യുന്നു. പെൻസിലിന്റെ പിൻഭാഗം പെയിന്റിൽ മുക്കി സീല് ചെയ്യുന്നത് സംരക്ഷണത്തിനും ഭംഗിക്കും വേണ്ടിയാണ്. അവസാന ഘട്ടത്തിൽ കറങ്ങുന്ന ലെയ്ത്ത് ബെൽറ്റുകൾ ഉപയോഗിച്ച് പെൻസിലിന്റെ അറ്റങ്ങൾ കൂർപ്പിക്കുന്നു. ഇത് കൈകൊണ്ട് ഉപയോഗിക്കുന്ന ഷാർപ്പനറേക്കാൾ വേഗത്തിൽ പെൻസിലുകൾ കൂർപ്പിക്കുന്നു. കൂർപ്പിച്ച ശേഷം ഓരോ പെൻസിലും ക്വാളിറ്റി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അറ്റങ്ങൾ കൃത്യമായും ഒരുപോലെയുമാണെന്ന് ഉറപ്പാക്കുന്നു. ചില ഗ്രാഫൈറ്റ് മോഡലുകളുടെ പിൻഭാഗത്ത് റബ്ബർ വയ്ക്കുന്നു. തുടർന്ന് പെൻസിലുകൾ പാക്ക് ചെയ്യുകയും ലോകമെമ്പാടും വിതരണം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓരോ വർഷവും 20 ശതകോടി പെൻസിലുകൾ നിർമ്മിക്കപ്പെടുന്നത്. സ്വർണം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെയും ആദ്യ കമന്റിലെയും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും മറക്കരുത്. വീണ്ടും കാണുന്നതുവരെ പരക്കട്ടെ പ്രകാശം.